guys, welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇപ്പം കുളിച്ചിട്ടൊക്കെ വന്നു. ഞാൻ 8:30 മണിയായി. 9 മണിയാകുമ്പോൾ ഓഫീസിലേക്ക് എത്തണം. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഓഫീസിൽ. എന്നുവെച്ചാൽ നമ്മളുടെ കമ്പനിയുടെ വേറൊരു ബ്രാഞ്ച് ഇന്നൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ. ഓക്കെ, അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ ഓഫീസിലുണ്ട്. ജിത്തോടം പോയി, ഡ്യൂട്ടിക്ക് പോയി. നമുക്കിനി റെഡി ആവും ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നല്ലോ. ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ. അപ്പോൾ റെഡി ആവുന്ന അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെയാണ്. ലൈറ്റ് ഉണ്ടല്ലേ, സ്കിൻ കെയറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറ്. എൻ്റെ കണ്ണിനെന്തോ കുറച്ച് നാളായിട്ട് ഒരു അലർജി പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ണിന് ഒന്നും ഇടാറില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവാം. 8:30 ആയി. ഓക്കെ, ഇവിടെ നല്ല വെയിൽ തുടങ്ങി ഗൈസ്, നല്ല ചൂട്. നമുക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് പോകാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ഈ പാക്ക് ചെയ്യുന്നത് ലഞ്ചല്ല, ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഓഫീസിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഒന്നാമത് രാവിലെ സമയം കിട്ടാറില്ല, അഥവാ കുറച്ച് സമയം കിട്ടിയാൽ തന്നെ ഞാൻ ഒരു ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് 2-3 ദോശയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, മറ്റുള്ള സ്റ്റാഫുകളും അങ്ങനെ തന്നെയാണ് ഇപ്പം കൊണ്ടുവരുന്നത്. ഞാൻ റെഡിയായി. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കണ്ണിന് അലർജി പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഗ്ലാസ് വെക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് നടന്നിട്ട് പോകണം ഓഫീസിലേക്ക്. അപ്പം നല്ലോണം പൊടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ഇടാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മാസ്കും. ഓക്കെ, അങ്ങനെ ഓഫീസിലേക്ക് പോട്ടെ. കൊടയൊക്കെ വേണം ഗൈസ്. ഇതെൻ്റെ ആയുധമാണ്. ഞാൻ പറഞ്ഞില്ലേ ചൂടാന്ന്, അതുകൊണ്ട് ഇത് ഇടായേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് എത്തി. ഇതൊരു മാളിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. ഞാൻ ഈ വരുന്ന ഈ ഒരു ടൈമിൽ അധികവും ഷോപ്പൊന്നും ഓപ്പൺ ആയിരിക്കില്ല. എല്ലാം കുറച്ചൊന്ന് ലേറ്റ് ആകുമ്പോഴാണ് എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആവുന്നത്. അതാ ഇവിടെ ഒരാൾ നിൽക്കുന്നു. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയിട്ടോ. ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, കമ്പനി വകയാണ് നമുക്ക് ഇന്നത്തെ ഫുഡ്. കാരണം ഇനാഗ്രേഷൻ ആണല്ലോ. അപ്പം അതിൻ്റെ വകയായിട്ട് സ്റ്റാഫിനൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തന്നു സാറ്.
അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞെത്തി. ഞാൻ വന്ന ഉടനെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോവാറ്. എന്തെങ്കിലും കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും. ഞാൻ അധികവും 2 ദിവസത്തേക്കൊക്കെയാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഡെയിലി ഉണ്ടാക്കാൻ ഒരു മടിയാണ്. ഓഫീസിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ഭയങ്കര ടയർഡാവും. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. ഒന്ന് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ജിത്തോട്ടൻ ബിരിയാണി കഴിക്കാൻ തോന്നുന്നെന്നും പറഞ്ഞ് ബിരിയാണി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു കറി മാത്രം ആക്കിയത്. രാത്രിയിലേക്കുള്ളതാക്കാതിരുന്നത് അതുകൊണ്ടാണ്. ജിത്തോട്ടൻ ഓൾറെഡി കഴിച്ചു. അപ്പം ഇങ്ങനെ IPL കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ IPL ടൈമാണല്ലോ. ഇപ്പോൾ ഈ വീഡിയോ എത്തുമ്പോഴത്തേക്കും IPL ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് സഞ്ജുവിൻ്റെ കളിയായിരുന്നു. RR വേഴ്സസ് ഹൈദരാബാദായിരുന്നു കളി. സഞ്ജു ഉണ്ടാവുകൊണ്ട് മാത്രമാണ് RRൻ്റെ ഫാനായി മാറിയത് ഞാനും ജിത്തോട്ടനും. സോ നമ്മളൊരു മലയാളി ഇങ്ങനെ എന്താ പറയുക സ്ക്രീനിൽ കാണുമ്പം ഒരു ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. വർക്കിംഗ് ഡേ ഇങ്ങനെയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. രാവിലെ ഓഫീസിൽ പോവും, വൈകിട്ട് വരും, പിന്നെ ഫുഡ് വെക്കലൊക്കെയാണ്. പിന്നെ ഫുഡ് കഴിക്കും, പിന്നെ കിടന്നുറങ്ങും, പിന്നെ പിറ്റേ ദിവസം എണീച്ച് ഓഫീസിൽ പോകും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ റൂട്ടീൻ എന്ന് പറയുന്നത്. ആ ഒരു ദിവസമാണ് ഇന്ന് ഞാൻ കാണിച്ചത്. ഓഫീസിലത്തെ കുറേ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം അറിയാമല്ലോ, ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു വീഡിയോ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.